ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോസാണെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വെള്ളിയാങ്കല്ലിൽ പോകുന്ന റൂട്ടിൽ അവിടെ റോഡിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ. ഈ സ്ഥലം നിങ്ങൾക്ക് കാണാം, നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ചു നിൽക്കുന്നത്. സോ എന്തായാലും ഞാനിന്ന് പോകുന്ന ഒരു ആനപ്പൂരത്തിനാണ്, നമ്മുടെ കുന്നുംകുളത്തെ അരുവായി പൂരത്തിന് കേട്ടോ. അവിടെ നമ്മുടെ തൃക്കടൂർ ശിവരാജ് വരുന്നുണ്ട്, ഊക്കൻസ് കുഞ്ച് വരുന്നുണ്ട്. ഈ ആനകളൊന്നും കൂടാതെ വേറെ 40ഓളം ആനകൾ അവിടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. സോ എന്തായാലും നമുക്ക് നേരെ പോയി നോക്കിയേക്കാം. നമ്മളെ കുന്നുംകുളത്തെ കുറിച്ച് അറിയാമല്ലോ, ഒരുപാട് പൂരങ്ങളും പള്ളിപ്പെരുന്നാളൊക്കെ കുറേ ഉണ്ടാവാറുണ്ട്. നേർച്ചകളെ കുറിച്ച് എനിക്ക് അങ്ങനെ അറിയില്ല. സോ എന്തായാലും നമുക്ക് നേരെ പോവാട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്തായാലും ഞാനിതിപ്പോൾ ഇവിടെ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ വെള്ളിയാങ്കല്ലിൽ പോകുന്ന റൂട്ടാണ്. ഈ ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളിത് ഇവിടെ എത്തിയിട്ടാണ്. ഞാനിപ്പോൾ അത് അവിടെ വണ്ടി നിർത്തിയിട്ട് വന്നിട്ടുള്ളൂ. നല്ല ബ്ലോക്ക് ആയിരുന്നു, കാരണം നമ്മളിവിടെ എത്തിയപ്പോഴത്തേന് 5:15 സമയമായിട്ടുണ്ട്. എൻ്റെ മുന്നിലായിട്ട് 3 ആനകളുണ്ട് കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് കണ്ടിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റാതെ തന്നെ. അങ്ങനെ ആദ്യം അവിടെ വണ്ടി കൊണ്ടേ ഇടാൻ വേണ്ടിയിട്ട് ചെന്ന്. എന്തായാലും ഈ ആൻ്റെ മുന്നിൽ കിടക്കട്ടെ. ഓക്കെ, 4 എണ്ണം നിരന്ന് നിൽക്കുകയാണ്. ഇവിടെ ഫുള്ള് തിരക്കാട്ടോ. നമ്മളിത് അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെ നമ്മുടെ സാധുവിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത്. ഇവിടെ മൊത്തം ആനകളാണ്, ഫുള്ള് അങ്ങോട്ടൊക്കെ. ആനകളെ അണിനിരത്തണം. ക്ഷേത്ര ഗോപുര കവാടം കടന്ന് വരുന്ന എല്ലാ വാദ്യങ്ങളും ക്ഷേത്ര മൈതാനിയിൽ എത്തേണ്ടതാണ്. വാദ്യ കലാകാരന്മാരുടെ പ്രത്യേക ശ്രദ്ധക്ക് എത്രയും പെട്ടെന്ന് ദയവ് ചെയ്ത ഒരു കാരണവശാലും ക്ഷേത്ര മൈതാനത്ത് മറ്റു വാദ്യഘോഷങ്ങൾ അനുവദിക്കുന്നതല്ല. പ്രാദേശിക പൂർവാഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെ പ്രത്യേക ശ്രദ്ധക്ക് ദേവസ്വം ഭരണസമിതിയും പ്രാദേശിക പൂർവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും എടുക്കുന്ന തീരുമാനത്തിന് അനുസൃതമായി മാത്രമേ കക്ഷേത്ര പ്രകാരമുള്ള നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. ക്ഷേത്രഗോപുരം കടന്നു വരുന്ന പൂർവാഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെ പ്രത്യേകതയ്ക്ക് വാദ്യാഘോഷങ്ങൾ നിർത്തണം. എത്രയും പെട്ടെന്ന് അനുവദിക്കുന്നതല്ല. പ്രാദേശിക പൂർവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ദേവസ്വം ഭരണസമിതിയും എടുത്തിട്ടുള്ള പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ പോകുന്നു. ഇവിടെ അമ്പലത്തിന്റെ അടുത്ത് എത്തിയിട്ട് ഞാൻ നമ്മുടെ കുന്നുകുളത്ത് ഇത്രയും അടിപൊളി പൂരണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. തൃക്കടൂർ ശിവരാജ് കേട്ടോ. ഞാൻ ലാസ്റ്റ് പോയത് ആന കാണിച്ചില്ലേ, അവിടെ ഫുൾ ആനകൾ നിരന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ചെല്ലാം. ഓക്കെ, പാമ്പാടി രാജൻ, കുട്ടൻകുളങ്ങര അർജുനൻ, ചിറക്കര ശ്രീരാം, ചത്തല്ലൂർ മുരളീകൃഷ്ണ, പുതുപ്പള്ളി സാധു, പാമ്പാടി സുന്ദരൻ എന്നീ ക്രമത്തിലാണ് ആനകൾ അണിനിരക്കേണ്ടത്. നമ്മളിവിടെ എത്തിയിട്ടോ. അവിടെ നോക്കി ഒരുപാട് ആനകൾ അവിടെ നിരന്ന് നിൽക്കുന്നത്. നമ്മൾ കുറച്ച് സമയം വെക്കിയതുകൊണ്ട് ഒരുപാട് ആനകളായി അവിടെ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ അവിടെ നിന്ന് വരുമ്പോൾ കണ്ട 4 ആനകളില്ലേ, അതും അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൃക്കടൂർ ശിവരാജു സാധു ഒക്കെ. ഇവിടെ 40 അല്ല കേട്ടോ, ഞാൻ എണ്ണിയൊക്കെ തന്നെ ഉണ്ട് 50 ആനകൾ. എത്ര ഉണ്ടെന്ന് കറക്റ്റ് അറിയില്ല, അറിയുന്നവർ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, 45 മേലൊക്കെ എന്തായാലും ഉണ്ട്. മികച്ച അവതരണത്തിനും മികച്ച സംവിധാനത്തിനും അവാർഡ് കരസ്ഥമാക്കിയ ഇവിടെ മൊത്തം എത്ര ആനകളുണ്ടെന്നൊന്ന് എണ്ണി നോക്കട്ടെ. കറക്റ്റ് കിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കട്ടെ എത്ര ഉണ്ടെന്ന്. ഇവിടെ ഫുള്ള് ഡ്രോണ്, മേലൊക്കെ നോക്കിയാൽ മൊത്തം ഒരു 4, 5, 6 ഉണ്ട് കണ്ടു. അപ്പൊ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കട്ടെ. എല്ലാതും എണ്ണി നോക്കിട്ടെ. ഞാൻ അൻസൽപാടാണ് എണ്ണിയത്. ടോട്ടൽ എത്ര 47 ആനകൾ കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ഓരോന്ന് വിട്ടുകൊണ്ടോന്ന് അറിയില്ല. 47 ആനകളാണ് ഞങ്ങൾ എണ്ണിയപ്പോൾ കിട്ടിയത്. ഓക്കെ,
ഉത്സവാശംസകൾ അറിയിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ ചെറുവരമ്പത്തുകാവ് ദേവി ക്ഷേത്രത്തില് പകൽ പൂരത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പത ക്ഷേത്രാങ്കണത്തിലേക്ക് മേളകലാരംഗം വെള്ളിത്തിരുത്തി ഉണ്ണിനായിരം സംഘവും നേതൃത്വം കൊടുക്കുന്ന പാണ്ഡ്യമേളവിത ക്ഷേത്രമടയിലേക്ക് പരിപാടി കഴിഞ്ഞിട്ടാ ആനകളൊക്കെ കൊണ്ടുപോകണം. ഓക്കെ, ചരിത്രപ്രസിദ്ധമായ ശ്രീകാവ് ദേവി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് സമാപനം പകൽ പൂരത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് ക്ഷേത്രമടയിലേക്ക് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി നമ്മള് വണ്ടറടുത്ത് ഇല്ലാട്ടോ. ഈ കാണുന്ന ആനകളൊക്കെ നമ്മള് വണ്ടറാര് ഭാഗത്തേക്കാനും മുന്നിൽ പോകണം നമ്മുടെ കേശവനാട്ടോ, പുതുപ്പള്ളി കേശവൻ. ബാക്കിലൊരു ആന വരുന്നുണ്ട്. ഓക്കെ, ഇനി എന്തായാലും നേരെ വണ്ടറാണ്ട് പോട്ടെ. ഈ ആന ഇവിടെ നിർത്തി. നമ്മളെ വണ്ടി ഇനി ഇവിടുന്ന് നേരെ പോയിട്ട് കുറച്ചും കൂടിയും പോയി കഴിഞ്ഞാൽ തെരുവുണ്ട്, അവിടെ ഇങ്ങനെ ആയിട്ട് നിർത്തിണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞിട്ടോ, അതാ അതിന്റെ ബാക്കിൽ വേറെ തന്നെ ഉണ്ട്. അത് ഇങ്ങോട്ടാടാ ഇതുവരെ. എല്ലാ ആനകളും പോയിട്ടാ നമ്മള് വണ്ടി ഇത് എവിടെ കിടക്കണത്. ഇനി ആനൻ്റെ ഒക്കെ മുന്നിൽ നമുക്ക് കിടക്കണം. 1 2 3 4 5 6 7 ആനകൾ, 7 ആനകളായിട്ട് ഇങ്ങോട്ട് വന്ന്. അതിൽ 2 അവിടെ നിർത്തിയോണ്ട് ഇതാ വേറെ അത് വരുന്നു. എന്തായാലും ഗൈസ് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നും. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ വീട്ടിൽ പോവാട്ടോ. ബൈ 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 ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.